കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഭാരത വിരുദ്ധത വീണ്ടും മറനീക്കി പുറത്ത്. AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച സോണിയ വന്ദേമാതരം തടസ്സപ്പെടുത്താനും സോണിയ ശ്രമിച്ചു. എന്നാൽ സോണിയയുടെ വിലക്ക് മറികടന്നും ആലാപനം തുടരുകയായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം ഫുല്ലകുസുമിത ദ്രുമദല ശോഭിനീം സുഹാസിനീം സുഖേ മാതരം കോടി കോടി കണ്ഠ കല നിനാദ കരലേ കോടി കോടി ഭുജേ ധൃത കര करवाले केवल मातुमी आबोले बहुबल धारिणी नमामि तारिणी रिपुदल वारिणी वंदे मातरम वंदे. വിവരങ്ങളുമായി ആദർശ് TS ചേരുകയാണ്. ആദർശ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശവിരുദ്ധത പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ സോണിയയുടെ ആ ഒരു എതിർപ്പുണ്ടല്ലോ, അസ്വസ്ഥത, അതെല്ലാം അവഗണിച്ചും AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി മുഴങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പറയൂ, എന്താണ് അവിടെ സംഭവിച്ചത്? രാഖി, AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് ഈ വന്ദേമാതരം ആലപിച്ചപ്പോൾ സോണിയയുടെ ഭാഗത്തു നിന്നുള്ള അസ്വസ്ഥത പ്രകടമായത്. സോണിയ ഈ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നതിലുള്ള എതിർപ്പ് തന്നെയാണ് ഈ അസ്വസ്ഥതയിലൂടെ പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയോടും സോണിയ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഈ സേവാദളിൻ്റെ ഒരു പ്രവർത്തകനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. കാരണം സേവാദളിനായിരുന്നു AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലുന്നതിനോടുള്ള ആ പാർട്ടിയുടെ എതിർപ്പ് തന്നെയാണ് സോണിയയുടെ ഈ അസ്വസ്ഥതയിൽ പ്രകടമായത്. എന്നാൽ ഈ ആലപിക്കുന്ന സംഘമാകട്ടെ അവർ വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിക്കുകയും ചെയ്തു. സോണിയയുടെ ഈ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ ഗാനം പൂർണ്ണമായും AICC ആസ്ഥാനത്ത് ആലപിച്ചത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നതിനുള്ള സോണിയയുടെ എതിർപ്പ് മറികടന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഈ സംഘം അവരെ ഏൽപ്പിച്ച അവർക്ക് ഈ രാഷ്ട്രത്തോടുള്ള കൂറ്, ഒപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എങ്ങനെയായിരിക്കണം ചടങ്ങുകൾ സംഘടിപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ, ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നതിന് ഈ ഗാനാലാപന സംഘം പോലും തയ്യാറായപ്പോഴാണ് സോണിയയുടെ ഭാഗത്തു നിന്നും ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു അസ്വസ്ഥത പ്രകടനമുണ്ടായത്. അതിൽ നിന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രവിരുദ്ധ മനോഭാവം തന്നെയാണ് പ്രകടമായത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധത പ്രകടിപ്പിക്കാറുണ്ട്. അവർക്ക് ഏറ്റവും വലുത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ചില പ്രത്യേക മതവിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സമീപനവും മറ്റും കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അതിനുള്ള വേദിയായി AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷവും സോണിയ മാറ്റി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രത്തോട് എന്ത് കൂറാനുള്ളതെന്ന് ഇനി കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. വന്ദേമാതരത്തോട്, ദേശീയ ഗീതത്തോട് അവർക്ക് എന്താണ് ഇത്രയും എതിർപ്പ് എന്നതും കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. രാഖി, എന്തായാലും ആദർശ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഈ അണികൾക്കൊന്നും വന്ദേമാതരത്തോട് അത്ര കണ്ട് എതിർപ്പില്ല എന്ന് തോന്നുന്നു. അതായത് ദേശീയതയ്ക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ പാർട്ടിയെ തന്നെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നത് ഒരിക്കൽ കൂടി സോണിയയാണ് എന്ന് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി ബോധ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ അവരുടെ എതിർപ്പ് പോലും അവഗണിച്ച് വന്ദേമാതരം മുഴങ്ങി കേൾക്കണമെങ്കിൽ അത് നമ്മൾ അടിവരയിടേണ്ടതാണല്ലോ.
രാഖി, ഇതിൽ നമ്മൾ കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം പേർന്നവർ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും ഇപ്പോഴും ഉറച്ചു പ്രഖ്യാപിക്കുന്നതും ഉറച്ച് അവകാശപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലെ നല്ലൊരു വിഭാഗം അണികൾക്കും വന്ദേ മാതരം എന്താണ് എന്നുള്ളത് അവർക്കറിയാം. വന്ദേ മാതരം അവർക്ക് ചൊല്ലുന്നതിലോ അതുമല്ലെങ്കിൽ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നതിലോ ഒന്നും യാതൊരു മടിയുമില്ല എന്നുള്ളതും ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം AICC ആസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായും പാടുമ്പോൾ സോണിയയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത, ആ അസ്വസ്ഥതയാണ് കോൺഗ്രസിലെ തന്നെ ഈ രാഷ്ട്രവിരുദ്ധതയുടെ കേന്ദ്രബിന്ദുവായി സോണിയ മാറുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവായി മാറുന്നത്. സോണിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോട്, പ്രത്യേകിച്ച് വന്ദേ മാതരത്തെ എതിർക്കുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മുസ്ലിം ന്യൂനപക്ഷ പ്രീണനവുമാണ് എന്നുള്ളത് വ്യക്തമാണ്. ആ പ്രീണന രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ മേൽ തന്നെ സോണിയ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാഴ്ചയായി ഈ സംഭവം മാറി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സോണിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതുമല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ തന്നെ സോണിയ ഇങ്ങനെ പരസ്യമായി വന്ദേമാതരത്തോടുള്ള അസ്വസ്ഥതയും അവരുടെ ആ ഒരു നിലപാടുമൊക്കെ പ്രകടിപ്പിക്കുന്നത്. അതിലൂടെ അവരുദ്ദേശിച്ചത് ഒരു പക്ഷേ തനിക്ക് ഇതിനോടുള്ള എതിർപ്പ് അത് ഇതിനെ എതിർക്കുന്ന മറ്റു വിഭാഗങ്ങൾ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണോ എന്ന തീർച്ചയായും. ശരി ആദർശ്, എന്തായാലും വ്യക്തമാണ്. ആദർശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.